അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തംബീഹുൽ ഗാഫിലിൽ നിന്ന് എടുത്തതാണ്. ഖാല ബഅദുൽ ഹുക്കമായി, ചില ജ്ഞാനികൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഫിസ്സുംതി സബഅത്തു ആലാഫി ഖൈറുൻ, മൗനം പാലിക്കുന്നതിൽ 70,000 നന്മകളുണ്ട്. മൗനം പാലിക്കുന്നതിൽ 70,000 നന്മകളുണ്ട്. വഖദ് ഇജ്തമഅ കുല്ലുഹു, അവയെല്ലാം ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ഫീ സബഇ കലിമാത്തിൻ, 7 വാക്യങ്ങളിൽ. ഇനി പറയാൻ പോകുന്ന 7 വാക്യങ്ങളിൽ ഈ 70,000 നന്മകളും ഉൾക്കൊണ്ടിരിക്കുന്നു. ഒന്നാമത്തത്, അന്നസുംത ഇബാദത്തുൻ മിൻ ഗൈരി അനാഇൻ, മൗനം പാലിക്കുക എന്നത് ഒരു ഇബാദത്താണ്, നാഥന് ചെയ്യുന്ന ഒരു ആരാധനയാണ്. മിൻ ഗൈരി അനാഇൻ, എന്നാൽ വലിയ അധ്വാനമൊന്നുമില്ല, വലിയ അധ്വാനമൊന്നുമില്ലാതെ നാഥന് ചെയ്യുന്ന ഇബാദത്താകുന്നു മൗനം പാലിക്കുക എന്നത്. രണ്ടാമത്തത്, സീനത്തിൻ മിൻ ഗൈരി ഹലിയിൻ, അതൊരു അലങ്കാരമാകുന്നു, എന്നാൽ ആഭരണങ്ങളില്ല, ആഭരണങ്ങൾ അണിയാത്ത അലങ്കാരമാകുന്നു മൗനം എന്ന് പറയുന്നത്, മൗനം പാലിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഹൈബത്തിൻ മിൻ ഗൈരി സുൽത്താനിൻ, ഒരു അധികാരവുമില്ല, എന്നാൽ വലിയ ഗാംഭീര്യമാകുന്നു, അധികാരമില്ലാത്ത, അധികാരം വേണ്ടാത്ത ഗാംഭീര്യമാകുന്നു മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ. നാലാമത്തത്, ഹിസ്നുൻ മിൻ ഗൈരി ഹായിത്തിൻ, ചുറ്റുമതിലില്ലാത്ത കോട്ടയാകുന്നു മൗനം പാലിക്കൽ. ചുറ്റുമതിൽ വേണ്ട, അതിനുള്ളിൽ അങ്ങനെയുള്ള ഒരു കോട്ട, അതാകുന്നു മൗനം പാലിക്കൽ. എല്ലാറ്റിനെയും അത് സംരക്ഷിച്ചു കൊള്ളും, ചുറ്റുമതിലിൻ്റെ ആവശ്യമില്ല. അഞ്ചാമത്തത്, അൽ ഇസ്തിഗ്നാഉ, അൽ ഇസ്തിഗ്നാഉ അനിൽ എഅ്തിദാരി ഇലാ അഹദിൻ, മറ്റുള്ളവരോട് കാരണം കാണിക്കേണ്ടതില്ലാത്ത സ്വയം പര്യാപ്തത കൈവരിച്ച അവസ്ഥയാകുന്നു മൗനം പാലിക്കൽ. മറ്റാരോടും ഇതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല, എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്ന് ആരും ചോദിക്കേണ്ടതില്ല, ചോദിച്ചിട്ട് കാരണം പറയേണ്ടതില്ല. അത്രയും വലിയ ഒരവസ്ഥ, സ്വയം പര്യാപ്തത, തനിക്ക് മാത്രം ഞാനുണ്ട് എന്ന ഒരു തോന്നൽ സൃഷ്ടിച്ചെടുക്കാൻ ഈ മൗനം കൊണ്ട്, മൗനം പാലിക്കൽ കൊണ്ട് നടക്കും. ആറാമത്തത്, റാഹത്തുൽ കിറാമിൽ കാത്തിബീൻ. കിറാമിൻ കാത്തിബീൻ എന്ന് പറയുന്നത് മാന്യന്മാരായ എഴുത്തുകാരായ മലക്കുകളാണ്. നമ്മുടെ നന്മതിന്മകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ. ആ മലക്കുകൾക്ക് റാഹത്താണ്, അഥവാ അവർക്ക് വളരെ സന്തോഷമാണ്. യാതൊരു തെറ്റും ഇയാളെ പറ്റി എഴുതേണ്ടതില്ല, ഇയാൾ മൗനം പാലിച്ചതുകൊണ്ട് അയാളുടെ നാവിൽ നിന്ന് മോശമായ യാതൊരു കലിമത്തും വന്നിട്ടില്ല, അതിൻ്റെ പേരിൽ അയാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കേണ്ടതില്ല എന്ന ആശ്വാസം, സന്തോഷം ആ മലക്കുകൾക്കുണ്ടാകും. ആറാമത്തത്, സത്തുറുൻ ലി ഉയൂബിഹി, ന്യൂനതകൾ മറച്ച് വെക്കപ്പെടുന്നതാകുന്നു. അത് സംസാരത്തിലൂടെ വല്ല സ്ഖലിതങ്ങളും വന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിണ്ടാതിരുന്നാൽ അത്തരം സ്ഖലിതങ്ങളൊക്കെ ഒഴിവാവാനും ന്യൂനതകളൊക്കെ അതിൽ നിന്ന് നീങ്ങാനും അത് പ്രചോദിതമാകും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും വെറുതെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുകയും ചെയ്യുന്നതിന് പകരം ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുകയും അല്ലാത്ത സമയത്ത് മൗനം പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരാളുടെ നന്മക്ക് ഏറ്റവും ഭൂഷണമായിട്ടുള്ളത്. അതേസമയം മറ്റുള്ളവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയും
അതുപോലെ തന്നെ വല്ലാത്ത പ്രയാസത്തിനിടയാവുകയും ചെയ്യുന്ന ഘട്ടങ്ങളിൽ സംസാരിക്കുക തന്നെ വേണം. എന്നാൽ ആവശ്യമില്ലാതെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അത്തരം സംസാരങ്ങളിൽ നിന്ന്, അത്തരം ഇടപെടലുകളിൽ നിന്ന് മാറി നിൽക്കുകയും ആവശ്യമുള്ളിടത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയാണ് അഭികാമ്യം. അത്തരത്തിൽ പെരുമാറാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.